നമസ്കാരം. റിതംസ് കാൻഡിലേക്ക് ഏവർക്കും വളരെ സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വിഷയം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു നിയമമാണ് പോക്സോ നിയമം എന്ന് പറയുന്നത്. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ഈ നിയമത്തെക്കുറിച്ച് ഒന്ന് രണ്ട് സംശയങ്ങൾ എന്നോട് വിളിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം എന്നുള്ളത്. നമുക്കറിയാം, ഈ ആക്ട് 2012 പാർലമെൻറ്റ് പാസ്സാക്കിയതെന്ന്. 2012 പോക്സോ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കി പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളത്. 2012 മുമ്പ് IPC, അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമമായിരുന്നു പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലവിലുണ്ടായിരുന്നത്. അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെൺകുട്ടികളെ മാത്രമേ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത, അതായത് ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകത, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 18 വയസ്സിൽ താഴെ പ്രായമായ കുട്ടികൾ എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. 18 വയസ്സിൽ താഴെയായ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്. അതായത് ബോയ്സ് ആൻഡ് ഗേൾസ്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും രണ്ടുപേരും ഈക്വലി ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. അതാണ് ഈ ഒരു ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ പോക്സോ എന്ന് പറയുമ്പോൾ POCSO എന്നാണ്. അതായത് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട് എന്നാണ് അതിന് പറയുന്നത്. അതായത് കുട്ടികൾക്ക് എതിരെ ഉള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് ഉള്ള സംരക്ഷണ നിയമം എന്നാണ് അതിന് പറയുന്നത്. ഇതിൽ നമ്മൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക നോട്ടം മുതൽ പീഡനം വരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായ ഒരു നിയമമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ കോർട്ടാണ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു കോടതി മുറിയോ അല്ലെങ്കിൽ കോടതി വിചാരണ രീതിയോ അല്ല നമ്മൾ ഇവിടെ കാണുന്നത്. ഇതൊരു പ്രത്യേക ഒരു കോടതി രീതി. കോടതി എന്ന് നമ്മൾ പറയുന്നത് തന്നെ ഒരു രീതി ശരിയല്ല, ഒരു പ്രത്യേക രീതിയാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. കുട്ടികളെ വളരെ ഫ്രണ്ട്ലി ആയ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാവുന്ന ഒരു സംശയമാണ്, എവിടെയാണ് നമ്മൾ ഈ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒക്കറൻസ് നടക്കുന്ന എവിടെയാണോ ആ സംഭവം നടക്കുന്ന പരിധിക്കുള്ളിൽ, ജൂറിസ്ഡിക്ഷനുള്ളിലുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഈ കംപ്ലൈൻറ്റ് കൊടുക്കാം. അതല്ല എങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു ജുവനൈൽ ജസ്റ്റിസ് യൂണിറ്റ് കാണാം, അവിടെ നമുക്ക് ഈ കംപ്ലൈൻറ്റ് കൊടുക്കാം. അവിടെ നിന്ന് ഈ കംപ്ലൈൻറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചൈൽഡ് വെൽഫെയർ കമ്മ്യൂണിറ്റിയിലേക്ക് അവർ ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഏത് കംപ്ലൈൻറ്റ് കൊടുത്താലും നമുക്ക് ഈ ചൈൽഡ് വെൽഫെയർ കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് ഫോർവേഡ് ചെയ്തിട്ടായിരിക്കും ഈ കംപ്ലൈൻറ്റ് മൂവ് ചെയ്യുന്നത്. എവിടെ കംപ്ലൈൻറ്റ് മൂവ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ചൈൽഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ മാത്രമേ നമ്മൾക്ക് ഈ കേസ് മുമ്പിലേക്ക് പോവുകയുള്ളൂ. ഏത് കേസ് മുമ്പിലേക്ക് പോയാലും ഈ ഒരു കോർട്ടിൻ്റെ സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി എടുക്കണം എന്നുള്ളതാണ്. കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ ഒന്നുകിൽ കുട്ടിയുടെ പേരൻസിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ കുട്ടിക്ക് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഒരാളുടെ മുമ്പിൽ മാത്രമേ കുട്ടിയുടെ മൊഴി എടുക്കുകയുള്ളൂ. അത് കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിയുടെ അതുപോലെ സുരക്ഷിതമായ ഒരു പ്ലേസിലോ മാത്രമേ കുട്ടിയുടെ മൊഴി എടുക്കത്തുള്ളൂ. കുട്ടിയുടെ മൊഴി എടുക്കുന്നത് ഒരു വനിതാ SA റാങ്കിലുള്ള ഒരാളുടെ പ്രസൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ മാത്രമേ കുട്ടിയുടെ മൊഴി എടുക്കുകയുമുള്ളൂ. അതുപോലെ തന്നെ 1 വർഷത്തിനുള്ളിൽ ഈ പ്രൊസീഡിങ്സ് എല്ലാം ക്ലോസ് ചെയ്യണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കഴിവതും 1 വർഷത്തിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഒരു 70% 60% കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുട്ടിയുടെ, അതായത് നമ്മുടെ വിക്ടിം എന്ന് പറയുന്ന കുട്ടിയുടെ യാതൊരു ഡീറ്റെയിൽസും
പുറത്തേക്ക് പോകാതെ ശ്രദ്ധിക്കുന്നതുമായിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടിയുടെ ഫോട്ടോസ്, കുട്ടിയുടെ മെയിൽ വിലാസം, കുട്ടിയുടെ യാതൊരു തരത്തിലുള്ള ഒരു കാര്യങ്ങളും പുറത്തേക്ക് കാണിക്കുന്നതായിരിക്കത്തില്ല. അങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ അതുപോലെ ഇങ്ങനൊരു കാര്യം നടന്നിട്ട് നമ്മൾ നമ്മുടെ അഭിമാനത്തെ പേടിച്ചിട്ട് നമ്മളത് പുറത്ത് പറയാതിരുന്നാൽ, ഇപ്പം പേരൻസ് ആണെങ്കിലും നമ്മുടെ ഇതിന് പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ നമുക്ക് മോശമല്ലേ എന്ന് കരുതി നമ്മളിത് പുറത്ത് പറയാതിരുന്നാൽ അത് വലിയൊരു തെറ്റാണ്. അവർക്കെതിരെ നമ്മൾ ഇത് കേസെടുക്കാവുന്നതാണ് ഈ ഒരു നിയമപ്രകാരം. അപ്പോൾ നമ്മളിത് അറിഞ്ഞിട്ട് ഇത് പുറത്ത് നമ്മളിത് കംപ്ലൈൻറ്റ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഇത് കുട്ടിയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ മുന്നിലേക്ക് ചെന്നില്ലെങ്കിൽ അതൊരു വലിയ കുറ്റകരമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ കുട്ടിയോടൊപ്പം നിൽക്കേണ്ടവരാണ്. ഇത് വേറൊരാളും, ഇപ്പം പേരൻസ് മാത്രമല്ല, കുട്ടി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരെ അല്ലെ കുട്ടിയുമായി അറിയാവുന്ന ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് വന്നില്ല എങ്കിൽ അത് വലിയ കുറ്റകരമായ ഒരു തെറ്റാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. നമ്മൾ കുട്ടിയെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു കാര്യം, ചുമതലയുള്ളവരാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. കുട്ടി എന്ന് പറയുമ്പോൾ നാളത്തെ ഒരു ഫ്യൂച്ചർ മുന്നോട്ട് കാണേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ നമ്മൾ പരിഗണനയിൽ വെക്കേണ്ടതാണ്. കാരണം ഇങ്ങനൊരു ഇരയായ കുട്ടി എന്ന് പറയുമ്പോൾ അവർ ഏതൊരു മാനസികാവസ്ഥയിലാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു പ്രതിയെ മുന്നോട്ട് കൊണ്ടുവരണം. അത് മാത്രമല്ല, കുട്ടിയുടെ മാനസികാവസ്ഥയും കുട്ടിയുടെ മുന്നോട്ടുള്ളൊരു ലൈഫും നമ്മൾ കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും അടുത്തൊരു സംശയം നമുക്ക് തോന്നാവുന്നത് ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് എത്രത്തോളം ശിക്ഷ കിട്ടും എന്നുള്ളതാണ്. ചാപ്റ്റർ 2 ഇതിൻ്റെ ശിക്ഷയെക്കുറിച്ചിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അവിടെ സെക്ഷൻ 3, 5, 7 ഇതിൻ്റെ ശിക്ഷയെക്കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പരമാവധി 7, 10 അതുപോലെ പരമാവധി 20 വർഷം വരെ നമുക്ക് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്. നിർഭയ കേസിന് ശേഷം കുറ്റത്തിൻ്റെ വ്യാപ്തിക്കനുസരിച്ച് പ്രതിക്ക് വധശിക്ഷ വരെ കിട്ടുന്ന തരത്തിലുള്ള അമെൻമെൻറ്റ്സുകളാണ് ഇപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു ക്രൈം നടന്നാൽ പേരൻസിന് മാത്രമല്ല ഇത് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുന്നത്. ഇത് അറിയുന്ന ഏതൊരാൾക്കും കംപ്ലൈൻറ്റ് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം തോന്നുന്നൊരു കാര്യമാണ്, ഞാനൊരു കംപ്ലൈൻറ്റ് കൊണ്ടുവന്ന് കൊടുത്താൽ നമ്മൾ ആ പ്രൊസീഡിങ്സിന് നമ്മൾക്ക് അതൊരു ലയബിലിറ്റി ആയിട്ട് മാറുമോ എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരിക്കലും ഇതൊരു ലീഗൽ ലയബിലിറ്റി നമ്മുടെ പേരിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു സൊസൈറ്റിയുടെ പ്രശ്നമാണ്, നമ്മളുടെ ഒരു പ്രശ്നമായി തന്നെ നമ്മൾ കണ്ടുകൊണ്ട് ഇത് നമ്മൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നമ്മളുടെ മുമ്പിൽ വന്നാൽ നമ്മളത് നമ്മളുടെ ഒരു പ്രശ്നം എന്നുള്ളത് കണ്ട് നമ്മളത് മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു ക്രൈം നടന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ കണക്കാക്കേണ്ടതാണ്. ആ കുട്ടിയുടെ മാനസികാവസ്ഥയും അത് മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ എങ്ങനെ കാണുന്നു എന്നുള്ള അതിനൊരു കൗൺസിലിംഗ് ഒക്കെ നന്നായി കിട്ടിയാൽ മാത്രമേ ആ കുട്ടി ഒരു ഫ്യൂച്ചറിൽ നല്ലൊരു കുട്ടിയായിട്ട് വരാൻ, അല്ലെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ നമുക്ക് ശരിയാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ അത് മുൻകൈ എടുത്ത് നമ്മൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു വേറെ കാര്യം, ഇങ്ങനെയുള്ള സത്യസന്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത് മിസ്യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുമുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഈ ഡൈവേഴ്സ് പോലുള്ള കേസുകളിലേക്ക് ഇപ്പോൾ പേരൻസ് ആരെങ്കിലും ഒരാൾക്ക് കുട്ടിയെ അവരോടൊപ്പം വേണമെങ്കിൽ ഇതൊരു കള്ളത്തരമായി യൂസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, കുട്ടികളുടെ കാര്യമാണ്,
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കള്ളത്തരത്തിനായിട്ട് യൂസ് ചെയ്യരുത്. കാരണം ഒരിക്കലും കുട്ടികളെ നമ്മളൊരു കളിവസ്തുവായിട്ട് ഉപയോഗിക്കരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന് ഈ നിയമം ഉപയോഗിക്കരുത് എന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ വീട്ടിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പേരൻസ് ഇപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം എന്താണെങ്കിലും കുട്ടികൾക്ക് എവിടെ നോ പറയണം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയും ഗുഡ് ടച്ച് ബാഡ് ടച്ച്, ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നുള്ളത് അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവർ സ്കൂളിൽ പോകും, അവർ വീട് കഴിഞ്ഞാൽ കൂടുതൽ പോകുന്ന സ്കൂളിലേക്കാണ്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം അവരുടെ പെരുമാറ്റങ്ങൾ, പിന്നെ ടീച്ചേഴ്സിനോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയണം. നമ്മളോടും തുറന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലായിരിക്കണം അവരെ വളർത്തേണ്ടത്. അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാവൂ. ഒറ്റയ്ക്കുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കണം. പിന്നെ അങ്ങനെയുള്ള നമുക്ക് വിസിറ്റേഴ്സ് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യണം. പിന്നെ അതുപോലുള്ള CC ക്യാമറാസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് മോണിറ്റർ ചെയ്ത് തന്നെ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നമ്മൾ ജാഗ്രത പുലർത്തുക തന്നെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരട്ടെ. പിന്നെ അതുപോലെ തന്നെ എല്ലാ നിയമത്തിനും നമ്മൾ പോസിറ്റീവ് വശം കാണുന്ന പോലെ തന്നെ ഒരു നെഗറ്റീവ് വശങ്ങളും ഉണ്ടാവാം. പിന്നെ ഈ പ്രൊസീഡിങ്സ് നടക്കുന്ന കൂട്ടത്തിൽ ചില മൊഴികൾ മാറ്റി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രൊസീഡിങ്സ് നമുക്ക് പ്രതികൾക്ക് വേണ്ട വിധേനയുള്ള ശിക്ഷ വാങ്ങി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ കൂടുതലും പ്രതികൾ ഇപ്പം ചില സാഹചര്യത്തിലൊക്കെ ഇപ്പം പിതാക്കന്മാരൊക്കെ ആവാറുണ്ട്. അപ്പോൾ അവിടെ അമ്മമാർ തന്നെ കുട്ടികളെ ഫോഴ്സ് ചെയ്ത് മൊഴികൾ മാറ്റി പറയുമ്പോൾ ലാസ്റ്റ് പ്രൊസീഡിങ്സ് വരുമ്പോൾ അച്ഛന്മാർ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രതികൾ അല്ലെങ്കിൽ ജാമ്യത്തിൽ കിട്ടിയതിന് ശേഷം ഭീഷണിപ്പെടുത്തി മൊഴികൾ മാറ്റി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ രക്ഷപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു നല്ല വശം ഉള്ളതുപോലെ തന്നെ മോശവശങ്ങളും ഉണ്ടാവാറുണ്ട്. എങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് നല്ലതായി തന്നെ പോകുന്നുമുണ്ട്. അപ്പം എവിടെയും ഒരു നല്ലതും ചീത്തയും ഉണ്ടല്ലോ. എങ്കിലും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കാം. ഈ നിയമത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, നന്നായിരിക്കുക. നന്ദി, നമസ്കാരം.